യാക്കോബ് ഒട്ടേറെ സ്വത്തുക്കളുമായിട്ടാണ് വന്നത്. യാക്കോബിനോട് പറയും, യാക്കോബേ നിന്റെ സ്വത്ത് നിനക്കിരുന്നോട്ടെ, എനിക്കുള്ളത്. കർത്താവ് പറയുന്നു, ക്ഷമിക്കുന്നത് കൊണ്ട് നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല. ശൗൽ എന്ന രാജാവ് ദാവീദ് എന്ന കൊച്ചുബാലനെ നാടിന് അനുഗ്രഹം കൊണ്ടുവന്ന ആ ദാവീദിനെതിരെ അവനെ കൊല്ലാൻ ശ്രമിക്കുമ്പോ ദാവീദ് പറയുക, യജമാനെതിരെ, അഭിഷിക്തനെതിരെ ഞാൻ ഒന്നും ചെയ്യുകയില്ല. കൈവിട്ടു പോകുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. ദേഷ്യപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. ക്രോധ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ചില സാഹചര്യങ്ങൾ വരാം. പക്ഷെ ഒരു മഞ്ഞുരുകുന്നത് പോലെ ഇന്ന് ചില ഹൃദയങ്ങളിലെ കോപത്തെ അലിച്ചു കളയുകയാണ് കർത്താവ്. ലഹരിക്കടിമപ്പെട്ട 33കാരൻ സ്വന്തം മാതാവിനെയും പിതാവിനെയും ദേഷ്യം നിറഞ്ഞ് കത്തേക്ക് കുത്തി മണിക്കൂറുകൾ ചോര വാർന്നവിടെ ഒഴുകുമ്പോൾ പോലീസുകാർ ഇവിടെ എത്തി അകത്ത് കടക്കാൻ പോലും കഴിയാതെ മണിക്കൂറുകൾ അവരെ മുൾമുനയിൽ നിർത്തി. ദേഷ്യപ്പെട്ടവൻ വിറയ്ക്കുകയാണ്, കോപം കൊണ്ട് വിറയ്ക്കുകയാണ്. പിശാച് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വലിയൊരു മിസൈലാണ് കോപം. അത് ഹൃദയത്തിൽ വലിയ അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വേണ്ടി സംസാരിക്കാൻ കർത്താവുണ്ട്. യേശാവേ, നീ ആ ക്രോധം ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നാൽ ഇപ്പോൾ ഈ വാക്ക് നിനക്ക് പറയാൻ പറ്റുമോ? ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യേശാവ് പറയുക, സഹോദരാ, നിന്റെ സ്വത്തുക്കൾ എനിക്ക് ആവശ്യമില്ല. എനിക്ക് ആവശ്യമുള്ളത് സംതൃപ്തിയോടെ ജീവിപ്പാനുള്ളത്. നഷ്ടങ്ങളെ ഓർത്ത് കണ്ണുനീർ വാർത്ത യേശാവേ, ആ കണ്ണുനീർ കണ്ടൊരു സ്വർഗമുണ്ട്. നഷ്ടങ്ങൾ വരാത്ത വ്യക്തികൾ എന്നെ ആരും തന്നെ ഇല്ല. നഷ്ടങ്ങൾ, പലവിധമായ നഷ്ടങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നേക്കാം. ആ നഷ്ടങ്ങളെ ഓർത്ത് കരഞ്ഞ ഏതെങ്കിലും രാത്രികൾ ഉണ്ടെങ്കിൽ, നഷ്ടങ്ങളോർത്ത് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ ഉണ്ടെങ്കിൽ, നഷ്ടങ്ങളോർത്ത് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, നഷ്ടങ്ങളെ നേട്ടമാക്കി തീർക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നഷ്ടങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആരോടെങ്കിലുമുള്ള പിണക്കം, ആരോടെങ്കിലുമുള്ള നീരസം, ഒരു കയ്പ് രസം പോലെ ആരുടെയെങ്കിലും ഉള്ളിൽ തളം കെട്ടി കിടപ്പുണ്ടെങ്കിൽ, സഹോദരാ, അത് സഹോദരനോടാകാം, അത് സഹോദരിയോടാകാം, മാതാപിതാക്കളോടാകാം, ബന്ധുമിത്രാദികളോടാകാം, ആരോടെങ്കിലുമുള്ള പിണക്കം നമ്മുടെ ഉള്ളിൽ തളം കെട്ടി കിടപ്പുണ്ടെങ്കിൽ, കർത്താവേ, ഞാൻ അവരോട് ക്ഷമിക്കുന്നു. കർത്താവേ, ഞാൻ അവരോട് ക്ഷമിക്കുന്നപ്പോ ഒരു മാറ്റം തരാൻ, നഷ്ടപ്പെട്ടതിനെ നേട്ടമാക്കി മാറ്റാൻ